കോൺവ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്, ഡോക്ടറെ സ്ഥിരമായിട്ട് ഗ്യാസിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് വേദന കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് പോകുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നീടും ഗ്യാസ് കയറുകയാണ്, പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് കയറുകയാണ്, അതിൻ്റെ വേദന വരികയാണ്. എത്രയായിട്ടും അതൊരു പൂർണ്ണമായിട്ടൊരു മാറുന്ന രൂപത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് മാറിയിട്ടില്ല. പിന്നെ പലപ്പോഴും ഇത് വേദന വരുന്ന സമയത്ത് ഇത് ഗ്യാസിന്റെ വേദനയാണോ, അതായത് പെട്ടെന്ന് വേദന വരാൻ ചിലപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട്, ഇത് ഗ്യാസിന്റെ വേദന ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇത്തരം കൺഫ്യൂഷൻസ് ഒരുപാട് ആളുകൾക്കുണ്ട്. പിന്നെ മരുന്ന് എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെയുള്ള മരുന്ന് ഏത് സമയത്ത് കഴിച്ചാലാണ് ഇത് പൂർണ്ണമായും മാറ്റാൻ പറ്റുക, അല്ലെ ഭക്ഷണങ്ങൾ ചില ആളുകൾ പറയാറുണ്ട്, ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് ഇത് ഗ്യാസ് കൂടുന്നത്. പിന്നെ അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ ചോദിക്കും, ഡോക്ടറെ അയാൾക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷെ എനിക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് നല്ല പ്രശ്നമുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസും ഇത്തരം സംശയങ്ങളും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് സാറാണ്. Q&V ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ യുനാനി കൺസൾട്ടന്റ് ആണ്. സർ, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആളുകളൊരു കൺഫ്യൂഷനാണ്, ഈ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് കയറുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആൻറ്റാസിഡ്സ് പോലെ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാത്രമേ ആ ഗ്യാസ് ഒന്ന് പെട്ടെന്ന് പോയി കിട്ടൂ എന്ന്. അതിപ്പം എമ്പക്കായിട്ടാണെങ്കിലും കീവായിട്ടാണെങ്കിലും ആ വയറ്റിലുള്ള കെട്ടിക്കിടക്കുന്ന ഗ്യാസ് ആയിട്ട് പോയി കിട്ടിയാലേ ഒരു സമാധാനം ഉള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട്. അതിന് നമുക്ക് മരുന്ന് മാത്രമാണോ വഴികളുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ സിമ്പിൾ ട്രിക്കുകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതിന് ആക്ച്വലി ഒരുപാട് ട്രിക്കുകളുണ്ട്. പക്ഷെ നമ്മളിത് പല ആളുകൾക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകത. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാവും, പക്ഷെ അത് റീക്കറൻ്റ് ആയിട്ട് പിന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് സ്ഥിരമാക്കി കഴിക്കുന്നുണ്ടാവും. ഗ്യാസിൻ്റെ മരുന്ന് സ്ഥിരമായി കഴിക്കും. ഇത് കഴിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഇത് മാറ്റി കഴിക്കണമെന്നോ ഒന്നും എന്ത് ചെയ്യില്ല അവർ ചിന്തിക്കില്ല. എൻ്റെ അടുത്ത് തന്നെ പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്, അത് അവിടുന്ന് തരുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടും, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കുടിക്കേണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് ഒരു ഡേഞ്ചർ കേസാണ്. കാരണം അവിടെ നമ്മളത് കുടിക്കുന്നുണ്ട്, ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷെ അവിടെ നമ്മുടെ പ്രശ്നം എന്താകുന്നില്ല, അവിടെ സോൾവ് ആയി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഗ്യാസിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്ക് പല തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഗ്യാസ് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ചില ആളുകൾക്ക് ഏമ്പൊക്കെ ആയിട്ടുണ്ടാവല്, ചില ആളുകൾക്ക് കീഴുവായിൻ്റെ പ്രശ്നം ഉണ്ടാവല്, ചില ആൾക്ക് വയറ് വീർത്തത് പോലെ തോന്നും, അതേപോലെ ചില ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരിക, അതുപോലെ ഓക്കാനത്തിൻ്റെ പ്രശ്നം, പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന എന്താണ് ഈ പുളിച്ചത കെട്ടുകൾ, അങ്ങനെ പല തരത്തിൽ ഗ്യാസ് അസോസിയേറ്റഡ് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പല തരത്തിൽ പല ആളുകൾക്ക് പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു റെമഡീന് എപ്പോഴും എന്ത് ചെയ്യരുത് പാടില്ല, ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ നമ്മളെന്തെങ്കിലും ജീരക വെള്ളമോ അല്ലെങ്കിൽ മല്ലി തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചി വെള്ളം ഇങ്ങനത്തൊക്കെ എന്താണ് ഒരു ആശ്വാസത്തിന് നല്ലതാണ്. പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് എന്തുകൊണ്ടാണ് ഗ്യാസ് വരുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ ക്രമീകരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകൾ ഭക്ഷണമൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഗ്യാസ് മാറില്ല എന്ന്. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഡിപ്പെൻഡ് ആയിരിക്കില്ല, ചിലപ്പോൾ ടെൻഷൻ അസോസിയേറ്റഡ് എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും, അതെ, ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു പോയിന്റ് പലപ്പോഴും നമ്മളോട് ഇപ്പോൾ കമന്റ് ആയിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് ആളുകൾ ചോദിക്കുന്നതാണ്. നമ്മൾ ഡോക്ടറെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യാന്നുള്ളതല്ല, ഇപ്പോൾ രാവിലെ സമയത്തിന് കഴിച്ചു, പിന്നെ ഭക്ഷണത്തിന്റെ രൂപം മാറ്റി, ഈ ചോറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാതെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി, സമയത്തിന് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളായിട്ട് വയറ് കാലിയാവാത്ത രൂപത്തിൽ ഭക്ഷണം കഴിച്ചു, പക്ഷെ എന്നൊരു ഗ്യാസ് ഒന്നും മാറില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി എന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ ഇപ്പോഴും നമ്മളെ കമന്റുകളൊക്കെ പറയുന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ഞാൻ നേരത്തെ ബാക്കിയാണ് സംഗതി. അത് വേറെ ഒന്നുമില്ല, ചിലപ്പോൾ ആൾക്ക് ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക്, ടെൻഷൻ കൂടുതൽ ആളുകൾക്ക് ഓവർ തോട്ട്. ഇപ്പോൾ ചില ആളുകൾ പറയില്ല, ഡോക്ടർ എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്കങ്ങനത്തെ പ്രശ്നമില്ല, മക്കളെ കെട്ടിച്ചിട്ടുണ്ട്, വേറെ അങ്ങനത്തെ ബാധ്യതകളൊന്നുമില്ല. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ ഓവർ തോട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഫ്രീ മൈൻഡ് ഉണ്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ ആങ്സൈറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ടെൻഡൻസി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്യാസ് പെട്ടെന്ന് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്ക് അതിന് അസോസിയേറ്റഡ് മൈഗ്രെയിൻ, ഹെഡേക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ കേസുകളിലൊക്കെ ആക്ച്വലി നമ്മൾ ഭക്ഷണം മാത്രം കൺട്രോൾ ആക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്, ഇപ്പോൾ ചില ആളുകൾ ഫുഡ് നല്ല കൺട്രോൾ ആക്കിയിട്ട് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കും. ഇപ്പോൾ ചില ആൾക്ക് നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവില്ല, അതായത് കൂടുതൽ ഓവർ ഫൈബർ
പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓവർ ഫൈബർ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസ് അക്യുമുലേഷനിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി IBS പോലുള്ള കണ്ടീഷൻ, ഇപ്പോൾ നമ്മുടെ ബാക്ടീരിയ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ ചിലപ്പോൾ അൺവാണ്ടഡ് ബാക്ടീരിയസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ലാർജ് ഇൻഡസ്ട്രിയിലുള്ള ബാക്ടീരിയ ചിലപ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അസ്വസ്ഥതകൾ, ഗ്യാസിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഗ്യാസ് ഉണ്ടല്ലോ, എൻ്റെ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾ നല്ല വെജിറ്റബിൾസ് കഴിക്കുക, ഫൈബർ കഴിക്കണം. അപ്പോൾ ഈ ഫൈബർ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ ഫൈബർ എന്ത് ചെയ്യും, വീണ്ടും യൂസ് ചെയ്യും, ബാക്ടീരിയ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ബാഡ് ബാക്ടീരിയ ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇനി അതല്ല, സ്മോൾ ഇൻഡസ്ട്രിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ടാവും ചിലപ്പോൾ, അതും ചെയ്യും അമിതമായിട്ട് അവിടെ വളരുന്ന കണ്ടീഷൻ. അപ്പോൾ ഗ്യാസ്, ബ്ലോട്ടിങ് ഇത് നല്ലോണം കൂടും. അപ്പോൾ എല്ലാ ആളുകൾക്കും വെജിറ്റബിൾസ് എന്തല്ല നല്ലതല്ല. അതിലേ ഇപ്പോൾ ആളുകൾ ഇപ്പം പിന്നെ നമ്മളെപ്പോഴും കോമൺലി പറയുന്ന കാര്യങ്ങളാണ്, പല ഭക്ഷണങ്ങളും നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ് ശരിക്കും ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. ശരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഒന്ന്, ഗ്യാസിൻ്റെ പല റീസൺസുകൾ നമ്മൾ പറയാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരിക്കലും എവിടെയും പറയാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. ഭക്ഷണം വെച്ച് നോക്കുകയാണെന്നുള്ള സമയത്തിന് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ പൊതുവെ ഈ ഗ്യാസിന് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് അസിഡിറ്റി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ എരിച്ചിൽ, പുകച്ചിൽ ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടായിരിക്കും, ഛർദ്ദിക്കാൻ വരിക, ഓക്കാന വരിക, പുളിച്ചത് കെട്ടുകൾ. ഇത് മോസ്റ്റ്ലി ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇനി അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഭക്ഷണം ശരിക്കും ദഹിക്കൂല, അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക, വിശപ്പില്ല, വയറ് വീർത്തതുപോലെ അവസ്ഥ വരിക, ഇടയ്ക്കൊരു ഓക്കാനൊക്കെ വരുന്ന അവസ്ഥ, ഒരു ക്ഷീണം പോലെ, ടയേർഡ്നെസ് ഒക്കെ നല്ല ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള ആളുകളുടെ കണ്ടീഷൻ ആക്ച്വലി എന്താണ്, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഈ എരിച്ചിലും പുകച്ചിലും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്ത രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് എനിക്ക് ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പോ അസിഡിറ്റി ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണവും കാര്യങ്ങളും നമ്മുടെ റുട്ടീനും മെഡിസിനൊക്കെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്കത് നല്ല രീതിയിൽ മാറി. എത്രയോ കേസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ രാവിലെ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക എന്ന് പറഞ്ഞതിൽ പല ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ ക്രമീകരിക്കണം അത് പല ആളുകൾ തന്നെയില്ല. ഇപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കാൻ പറയുന്ന സമയത്ത് ചില ആളുകൾ ഇറച്ചി മീനും കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ചോറും ചപ്പാത്തിയൊക്കെ നല്ല പോലെ കഴിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ നേരെ തിരിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്, കംപ്ലീറ്റ് ചോറ് അങ്ങനത്തെ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഇറച്ചി മീനും മാത്രം എടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഓരോരുത്തരുടെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റൊട്ടീൻ എന്തായാലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഈ ഗ്യാസിന്റെ പ്രശ്നം നല്ലപോലെയുള്ള ആളുകൾക്ക് ഈ രാവിലെ എന്തൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും? ഇതിന് ആദ്യം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിൽ ഒന്ന് വിശക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുക, ഒന്നാമത്തേത്. രണ്ടാമത്, ഒരിക്കലും വയറ് നിറച്ച് കഴിക്കരുത്, അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ശീലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലേറ്റിൽ എത്രത്തോളം ഉണ്ടോ അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു ശീലം നമുക്ക് നല്ലോണം. അപ്പോൾ അത് എസ്പെഷ്യലി നമ്മൾ ഫുഡ് കഴിക്കുന്ന ശീലം, ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് കൊണ്ടുവന്ന് വെച്ചത് ഇനി തിരിച്ച് കൊണ്ടുപോകില്ലല്ലോ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് കഴിക്കുന്ന ശീലം നല്ലോണം. അത് ഈവൻ നമ്മുടെ വീട്ടിലുള്ളതാണ്. നമ്മൾ വീട്ടിൽ ഇപ്പോൾ അമ്മ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഫുള്ള് കഴിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഓവർ ഈറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയം തെറ്റിയിട്ട് കഴിക്കുക, എസ്പെഷ്യലി ഈ രാത്രി സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ ഫുഡ് കഴിക്കാതെ നേരം വൈകിയിട്ട് ഒരു 11 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക. അത് ഹെവി ഫുഡ്, ഹെവി ട്രാൻസ്ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഹെവി ഫുഡ് കഴിക്കുക. ഇത് ദഹനത്തെ നല്ലോണം ബാധിക്കും. ഈ പറഞ്ഞ സംഗതികൾ അതേപോലെ തന്നെയാണ് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ആളുകളും ചെയ്യേണ്ട സാധനം. പല ആളുകൾക്കും ഗ്യാസിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ സ്റ്റൊമക്ക് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന സമയത്താണ് പിന്നെ അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, ഹൈപ്പോ അസിഡിറ്റി ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഗ്യാസ് ഉള്ള ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡിപ്പെൻഡിനനുസരിച്ച്, ഓരോരുത്തർ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം
ഓട്സ് പറ്റാത്ത ആളുകളുണ്ടാവും, ചില ആളുകൾക്ക് ചിലപ്പോൾ മുട്ട പറ്റാത്ത ആളുകളുണ്ടാവും, ചില ആളുകൾക്ക് അരിഭക്ഷണം പറ്റാത്ത ആളുകളുണ്ടാവും, ചിലപ്പോൾ ഗോതമ്പ് പറ്റാത്ത ആളുകളുണ്ടാവും. അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്രമീകരിക്കുന്നത് വേണം. സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് കഴിക്കുന്ന അളവ്, കഴിക്കുന്ന സമയം, കഴിക്കാൻ പാടില്ലാത്ത സമയം, കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രിഫർ ചെയ്തിട്ട്, അതേപോലെ തന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റാണ്. എന്തെങ്കിലും ആര് വലിച്ച് കഴിക്കാമെന്നല്ല, ആവശ്യമുള്ള ക്വാളിറ്റി ഉള്ള ഫുഡുകൾ മാത്രം കഴിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ രാവിലെ എന്ന് മാത്രമല്ല, ഈ രൂപത്തിലാണ് നിങ്ങൾ ഉച്ചക്കും രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും. അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങളൊരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അറിയാമെന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ സിറാജ് ഡോക്ടർ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സർ, ഇപ്പോൾ അടുത്തൊരു ആൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഭക്ഷണം കഴിച്ച ഉടനെ വല്ലാതെ പിന്നെ ഗ്യാസ് വരിക, അല്ലെങ്കിൽ ഒരു പൊളിച്ച് തേട്ട് വരിക എന്നാണ് പറയുന്നത്. നമ്മൾ വായിലേക്ക് ഒരു കഴുപ്പ് രസം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് കഴിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വല്ലാതെ വായിലേക്ക് വരിക, അല്ല അത്തരം ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് വരുന്നത്? അത് എസ്പെഷ്യലി ഇത് ഈ പ്രശ്നം കൂടുതൽ വരെ രാത്രി സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രശ്നം പറയാറുള്ളത് ഡോക്ടറെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് നല്ലോണം വരുന്നത്, പുളിച്ച് തകട്ടൽ എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നുള്ളതാണ്. ഇത് ഒന്നെടുത്ത് പറയുന്ന ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷനിൽ കൂടുതൽ ആളുകൾ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണിത്. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്, ഭക്ഷണം ദഹിക്കാനുള്ള ആസിഡ് ഉണ്ട്. ഈ ആസിഡ് ചില കണ്ടീഷനിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് തെറിക്കുന്നൊരവസ്ഥ വരും. നമുക്കറിയാം, നമ്മുടെ ഒരു ഭക്ഷണം പോകുന്നൊരു കുഴലാണ്, ആ കുഴൽ കഴിഞ്ഞാൽ പിന്നെ നേരെ സ്റ്റൊമക്കാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാം കൂടി നേരെ സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ ഈ കുഴലിൽ നിന്ന് ഭക്ഷണം എന്താ പറയുക സ്റ്റൊമക്കിലേക്ക് പോകുന്ന ഭാഗത്ത് ചെറിയൊരു വാൽവ് ഉണ്ട്. ഈ വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഡയറക്ഷൻ, അത് താഴോട്ടേ പോകുള്ളൂ, തിരിച്ച് മുകളിലോട്ട് വരില്ല. പക്ഷേ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഈ വാൽവ് വീക്കായി പോകും. ഈ വാൽവ് വീക്കായി പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുകളിലേക്ക് തെറിക്കുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആസിഡും ആ ഫുഡ് പാർട്ടിക്കിൾ ഡൈജസ്റ്റീവ് എൻസൈമൊക്കെ തട്ടുമ്പോൾ എരിച്ചിൽ, പുകച്ചിൽ, പുളിച്ചത് കെട്ടുക, ചിലപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് പുളിച്ച വെള്ളമൊക്കെ വരും, ഓക്കാനം, ഛർദി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നല്ലോണം വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് വന്നാൽ ഡോക്ടർ ചിലപ്പോൾ മിക്കപ്പോഴും എന്ത് ചെയ്യും, ഒരു ട്യൂബ് ഇറക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കും. അത് മെയിൻലി എന്ത് ചെയ്യുന്നതാണ്, ആ ഒരു വാൽവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, രാത്രി എസ്പെഷ്യലി രാത്രി സമയത്ത് അമിതമായിട്ട് ഫുഡ് കഴിക്കുക ചെയ്യരുത്. പൊതുവേ കഴിക്കരുത്. പിന്നെ രാത്രി എസ്പെഷ്യലി നമ്മൾ ഏറ്റവും മിനിമം ഫുഡാക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, കഴിച്ച ഉടനെ തന്നെ ഒരിക്കലും പോയി കിടക്കരുത്. ഇപ്പോൾ നിങ്ങളൊരു 9 മണിക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, രാത്രിയിൽ ഫുഡ് കഴിക്കണം. അത് ഈവൻ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മരുന്നുണ്ടാവും, ചില ആളുകൾ മരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് വെള്ളവും മരുന്നും കൂടി കുടിക്കും, എന്നിട്ട് അതേപോലെ കിടക്കും. അപ്പോൾ ഈവൻ അങ്ങനെ പോയി നമ്മൾ കിടന്നാൽ എന്ത് ചെയ്യും, ഈ വെള്ളം തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ ഈ പുളിച്ചട്ടിൽ നല്ലോണം വരും. അപ്പോൾ എപ്പോഴും വെള്ളമാകട്ടെ ഭക്ഷണമാകട്ടെ എന്ത് ചെയ്യുക, നേരത്തെ കഴിച്ച് കിടക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും വയറ് നിറക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞ സാധനം അതാണ്, വയറ് നിറച്ച് കഴിക്കുന്ന ഒരവസ്ഥ വരരുത്. ചെറിയ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്ഫിങ്ക്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ഹെയർ ഹെർണിയയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഈ പിന്നെ ആൾ ചോദിക്കുന്നതാണ്, ഈ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ഗ്യാസ് വല്ലാതെ വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്? അത് പയറുവർഗ്ഗം എന്ന് മാത്രമല്ല, എസ്പെഷ്യലി ചില ആളുകൾക്ക് ഈ പ്രോട്ടീൻ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ഈ കണ്ടീഷൻ വരാറുണ്ട്. അത് നമ്മളെ ഈ ഡൈജസ്റ്റീവ് എൻസൈം എന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനുള്ളത്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അലർജി ഇതിന് അസോസിയേറ്റ് ആയിട്ട് വരും. ഫുഡ് അലർജി നല്ലോണം രീതിയിൽ വരും. ചില ഫുഡുകൾ കഴിച്ചാൽ ചൊറിഞ്ഞു പൊന്തുക, സ്കിന്നിൽ ഇറിറ്റേഷൻ വരിക, അങ്ങനത്തെ പല ചീർത്ത് വരിക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഹൈപ്പോ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ എന്തില്ല, ആവശ്യത്തിലുള്ള ആസിഡ് ഇല്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല. ആ ദഹിക്കാത്ത ഫുഡ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൂടെ പോകും. അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തും പിന്നെ ഈ ഇങ്ങനത്തെ സംഭവിക്കും. അപ്പോൾ അവിടുന്ന് ഗ്യാസ് ഫോം ചെയ്യും. അത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, വയറ് വീർക്കുന്ന അവസ്ഥയും ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഡൈജസ്റ്റീവ് എൻസൈംസുകളൊക്കെ എന്ത് സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റണം. അതേപോലെ കൂടുതൽ ഈ ആസിഡ് ഹൈപ്പോസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കൽ അത്യാവശ്യമാണ്. ഓക്കെ സർ, ഇപ്പോൾ നിങ്ങളെ ഡോക്ടറുടെ കാര്യങ്ങൾ, നമ്മൾ ഗ്യാസ്ട്രിക്കിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്.
കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗ്യാസ്ട്രിക്കിൻ്റെ വിഷയങ്ങൾ പറയുന്ന സമയത്ത് എപ്പോഴും ആളുകൾ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തലവേദന. കാരണം സാറേ ചില സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഓഫീസിൽ തിരക്കായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ 2:30 കഴിക്കുന്നത് നോർമലി കഴിക്കുന്ന ഭക്ഷണം. പക്ഷെ അതൊരു 3-3:30 കഴിയുമ്പോഴേക്ക് പിന്നീട് തലവേദന പിടുത്തം വിട്ട തലവേദനയിലേക്ക് പോവാണ്. തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ പിന്നീട് ആ തലവേദന കൂടി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ പോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തലവേദന വരാനുള്ളത്? ഇത് ആക്ച്വലി ഒരു മൈഗ്രെയിൻ ആണ് അത് സംഗതി, വേറെ ഒന്നുമില്ല. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഇൻഡസ്റ്റൈൻ അതേപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് സോഷ്യൽ മീഡിയ എസ്പെഷ്യലി. അത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡറി ബ്രെയിനാണ് ഇവിടെ നമ്മുടെ ഇൻഡസ്റ്റൈൻ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ബ്രെയിനും സെക്കൻഡറി ബ്രെയിനും ഭയങ്കര കണക്ഷനാണ്. അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ത്രൂ കണക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഹോർമോൺ ത്രൂ കണക്ഷൻ ഉണ്ട്, അങ്ങനെ പല കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, ഇതൊരു സ്വിച്ചാണ്, ഇവിടെ ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിച്ചിന് എന്തെങ്കിലും ഒരു അവിടെ ഓണായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്രെയിനിൽ അത് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്റ്റൈന് പ്രോപ്പർ അല്ല. അവിടെ ഇൻഡസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നല്ലോണം വരും. അതേപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ ചില ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും, ഇത് നല്ല ട്രിഗറിങ് ഉണ്ടാക്കും. ഈ ട്രിഗറിങ് ഉണ്ടാകുന്ന സമയത്താണ് മിക്ക ആളുകൾക്കും ഈ പറയുന്ന മൈഗ്രെയിനും ഈ ഒരു ഹെഡേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ലൈറ്റ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, സ്മെല്ല് പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാകും, പെട്ടെന്ന് ദേഷ്യം വരും, കൈ കാണുന്ന സാധനമൊക്കെ എടുത്ത് എറിയും. അങ്ങനെ പല ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് ബോഡി പോകും. എന്നിട്ട് എവിടെയെങ്കിലും ആരും കാണാത്ത രീതിയിൽ എന്ത് ചെയ്യും, ഒതുങ്ങിക്കൂടിയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അത് ചിലപ്പോൾ ഒരു ദിവസങ്ങൾ എടുക്കുന്ന പേഷ്യൻസുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ പ്രശ്നം ഹെഡല്ല, തലയല്ല പ്രശ്നം. എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും. ബട്ട് അവർ ഹിസ്റ്ററി എടുത്താൽ അവർക്ക് മുമ്പ് എപ്പോഴോ ചിലപ്പോൾ 10-15 വർഷം മുമ്പ് തുടങ്ങിയ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അത് ചിലപ്പോൾ തോന്നിയ സമയത്ത് ഫുഡ് കഴിക്കുന്ന, വിശക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, തോന്നിയ സമയത്ത് ഫുഡ് കഴിക്കുന്ന ശീലം, ചിലപ്പോൾ നന്നായിട്ട് കഴിക്കും, ചിലപ്പോൾ വേണ്ടാത്ത കുറേ ഇതായിരിക്കും കഴിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രോപ്പർ അല്ലാത്ത ഒരു കണ്ടീഷനിലൂടെ പോയി ലാസ്റ്റ് എത്തുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഹെഡേക്ക്. ഈ ഹെഡേക്ക് വരുന്ന സമയത്തായിരിക്കും ഇത് സഹിക്കാൻ പറ്റൂല. അപ്പോൾ മറ്റേത് നമ്മൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും, ചിലപ്പോൾ എന്തെങ്കിലും ടാബ്ലറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകും. പക്ഷേ ഈ സംഗതിയിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിപ്പോൾ തല പൊട്ടി പോവുക, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ പ്രശ്നമാണോ, അങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോകും, ടെസ്റ്റ് നടത്തും, അപ്പോൾ മൈഗ്രെയിൻ ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, സമയത്തിന് ഫുഡ് കഴിക്കുക. ചില കണ്ടീഷനുകളിൽ ചില ആളുകൾ എന്ത് ചെയ്യുക, ചില ഫുഡുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ട്രിഗറിങ് ചെയ്യും ചില ഫുഡുകൾ കഴിക്കുമ്പോൾ, എസ്പെഷ്യലി സ്പൈസി ഫുഡുകൾ, നല്ല എരിവ് കൂടിയ ഫുഡുകൾ, അതുപോലെ സുർക്കയിലിട്ട് പുളിപ്പിച്ച ഫുഡുകൾ, ഉപ്പിലിട്ട് അച്ചാറൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കുക. അതുപോലെ ബേക്കറി ഐറ്റംസുകൾ കൂടുതൽ കഴിക്കുക. അതുപോലെ ഡേറ്റ്സ് കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് കണ്ടുവരാറുണ്ട്. ഡേറ്റ്സ് ഒക്കെ നല്ലതാണ്. അതുപോലെ നേന്ത്രപ്പഴം കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് വരാറുണ്ട്. അപ്പോൾ ഇതൊന്നും മോശമുള്ള സാധനമല്ല, ഡേറ്റ്സ് ഒക്കെ നല്ലതാണ്. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില അവസ്ഥകൾ ഇത് പറ്റൂല, ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഹെഡേക്കും ഗ്യാസൊക്കെ ഉള്ള ആളുകൾ സ്പെസിഫിക് ആയിട്ട് അവരുടെ ആ ഒരു ഭക്ഷണ ക്രമീകരണം നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്താ നമുക്കിത് കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ അതായത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നോർമലാക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡോക്ടറുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അടുത്തതായി നമ്മൾ ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഡോക്ടറെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, വയറ് ശരിയല്ല, വയറിൽ ബാക്ടീരിയൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വയറ് ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഹെൽത്ത്, കുടലിലുള്ള നല്ല ബാക്ടീരിയസിൻ്റെ വളർച്ച, ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും? ഈ ബാക്ടീരിയ കുറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും. അതായത് നമ്മളിപ്പോഴും പൊതുവെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോബയോട്ടിക് കഴിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചോറ് കഴിക്കുന്നു, ഉപ്പേരി കഴിക്കുന്നു, പച്ചക്കറി, അതേപോലെ നോൺ വെജ് ഫുഡുകൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ ഇതിലെപ്പോഴും പലപ്പോഴും നമ്മൾ ഇത് കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല, വിട്ടുപോണതാണ്. ഒന്ന്, നമ്മൾ നാച്ചുറലി പുളിപ്പിച്ച എന്തുണ്ടായിരിക്കും, ഫെർമെൻറ്റ് ചെയ്ത സംഗതികൾ ഉണ്ടാവും. അതായത് ഉപ്പിലിട്ട സംഗതികൾ. ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ സുർക്കയിലിട്ട സാധനമല്ല കേട്ടോ, അത് സിന്തറ്റിക് സുർക്കാവുമ്പോൾ വലിയ ഇഷ്യൂ ആണ്, അത് ഒരു ഗുണമല്ല. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, പണ്ട് കാലങ്ങളിൽ
ചെയ്ത സംഗതികളുണ്ട്. മാങ്ങയും അതേപോലെ ഇതൊക്കെ എന്ത് ചെയ്യും, ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫെർമെൻറ്റേഷൻ നടത്തുന്ന കണ്ടീഷനുണ്ട്. അങ്ങനത്തെ അവസ്ഥകളിൽ എന്ത് ചെയ്യും, ആ ഒരു അതിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു മിതമായ അളവിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നല്ല ബാക്ടീരിയൽ സോഴ്സാണ് ഈ തൈര് എന്ന് പറയുന്നത്, കേട് യോഗേട്ട് എന്നൊക്കെ പറയുന്നത്. ഇതെന്ത് ചെയ്യാം നമ്മുടെ ഭക്ഷണത്തിൽ. അതേപോലെ കെഫിർ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നല്ല ഗുഡ് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഒരു നിശ്ചിത എമൗണ്ട്, ഒരുപാട് വേണമെന്നല്ല, നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല ബാക്ടീരിയൽ വർദ്ധിക്കും. അതേപോലെ തന്നെ ആവശ്യത്തിന് നല്ല രീതിയിൽ നല്ല പ്രോട്ടീനും കഴിക്കണം. അതേപോലെ ഫൈബർ എന്ത് ചെയ്യണം, കഴിക്കണം. കാരണം ഈ ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിന്, നല്ല ബാക്ടീരിയയുടെ ഗ്രോത്തിന് എന്നുള്ളത്. അപ്പോൾ നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഉൾപ്പെടുത്തുക. പലപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. ചില ആളുകൾ ഫ്രൂട്ട്സ് നല്ലതാണ്, പക്ഷേ ഇത് ജ്യൂസാക്കി കഴിക്കും. അപ്പോൾ ജ്യൂസാക്കി കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇതിലുള്ള നല്ല ഫൈബറൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ഇങ്ങനെ ഷുഗർ കൂടുന്ന ഒരു കണ്ടീഷനൊക്കെ എത്തിക്കുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഒഴിവാക്കിയിട്ട്, എസ്പെഷ്യലി ഈ പേരക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ നല്ല ഫൈബർ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ മാങ്ങ, അത് വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും ഈ പറഞ്ഞ പ്രോബയോട്ടിക് ഒക്കെ എടുത്താണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഗുഡ് ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യാൻ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഒരു വിഷയം തന്നെയാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പല ആളുകൾക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാത്രി സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഗ്യാസ് കയറുന്ന ബുദ്ധിമുട്ടൊക്കെ വന്നാൽ, ഇപ്പം പലപ്പോഴും ആളുകൾ സാധാരണ മെഡിസിൻ എടുക്കലുണ്ട്, പക്ഷേ മെഡിസിൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഗ്യാസ് ഒന്ന് പെട്ടെന്ന് പോയിട്ട് ആ വേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ. ഈ എസ്പെഷ്യലി രാത്രി സമയത്ത് ഉണ്ടാകുന്ന ഇത് വേദന വലിയൊരു ഡേഞ്ചറാണ്. ഒന്ന് ചിലപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് പോകുന്ന കണ്ടീഷനിലേക്ക് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഗ്യാസിൽ തന്നെ ആണെന്നുള്ള സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്യാസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കലാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില ഫുഡ് അസോസിയേറ്റ് ആയിട്ട് വരിക, പിന്നെ അതേപോലെ ഛർദ്ദിക്കാൻ വരിക, ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും വേദന ഉണ്ടാവില്ല. അപ്പോൾ ഗ്യാസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ശ്രദ്ധിക്കാതെ നമുക്ക് കുറച്ച് സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹൈപ്പോസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ, അതായത് ദഹനക്കേറും വയറ് വീർക്കുന്ന അവസ്ഥയും ഇങ്ങനത്തെ അവസ്ഥ ഉള്ള ആളുകൾ, ഒരു കനം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സ്പൈസസുകൾ, അതായത് നമ്മളെ ഗ്രാമ്പൂ, പട്ട, അതുപോലെ ജീരകം, ഇങ്ങനെയുള്ള അടങ്ങിയിട്ടുള്ള വാട്ടർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജോഷാന്ത് പറയും, അതായത് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുക എന്ന് പറയും. അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല മാറ്റമുണ്ട്. ഞാൻ പൊതുവേ പറയുന്നൊരു സംഗതി മല്ലി അവിടെ പൊതുവെ പേഷ്യൻസിന് പറയുന്ന സാധനം മല്ലി തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ജീരവെള്ളം ഉണ്ടാക്കില്ല, എന്നതുപോലെ കുറച്ച് മല്ലിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക, റിപ്പീറ്റഡായി കുടിക്കുക. അത് ഹൈപ്പർ അസിഡിറ്റിക്കും നല്ലതാണ്, ഹൈപ്പോ അസിഡിറ്റിക്കും നല്ലതാണ്. കാരണം അത് നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, അതായത് നമ്മൾ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ മല്ലിവെള്ളം എന്ത് ചെയ്യുക, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ തീരെ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എക്സസൈസ് ഉൾപ്പെടുത്തണം. അത് ഇൻഡസ്റ്റൈൻ്റെ മൂവ്മെൻറ്റിനും ദഹനത്തിനും വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. എങ്കിലേ ശോധനയൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എക്സസൈസും എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുന്നോടിയൊക്കെ ആയിട്ട് നമ്മൾ ആവശ്യത്തിന് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇനി അതേപോലെ തന്നെ ചിലപ്പോൾ കൂടുതൽ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുന്ന അങ്ങനത്തെ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലെമൺ ടീ അടിച്ചിട്ട് എന്ത് ചെയ്ത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ സാർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം പല ആളുകളും ചോദിച്ച ക്വസ്റ്റ്യൻ, എല്ലാവരുടെ ചോദ്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു സെഷനിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ സിറാജ് സാറാണ്, QNB താമരശ്ശേരിയിലെ യുനാനി കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടറുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.